അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? ഞാൻ കോമഡി പീസാണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ, അങ്ങനെയല്ലേ പതിവ്? നേരത്തെ വന്നല്ലോ. ആ ഇങ്ങനെ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല, എന്നാലും ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി. അപ്പോ സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്തതാണ്. അതൊരു അത്ഭുതമാണ്. ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സാണ് പറഞ്ഞു വരുമ്പോൾ. അല്ല നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് അന്ന് പേപ്പറിൽ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപ്പട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്തും ഞാനിതിൻ്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോകാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം. അപ്പോൾ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആദ്യ വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിന് ഉള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ്, ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകണം. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക, എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും, ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ടൊരു കാര്യം. അങ്ങനെ മാറിപ്പോകുന്നതും. 30 വർഷം ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സാണ് ഞാൻ. ആ ഫുൾ ടൈം ജോലിയോടൊപ്പം എക്സ്ട്രാ ഷിഫ്റ്റും ഓവർ ടൈമും ഒക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജീവിതം ആസ്വദിക്കാനായിട്ട് ഒത്തിരി മറന്നുപോയിരുന്നു. ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയത്തെല്ലാം ജോലി സ്ഥലത്തായിരുന്നു. വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ഓടി നടന്ന് ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ ലിവിങ് കോസ്റ്റ് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ആകുലത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുള്ള ആ എക്സ്ട്രാ ഇൻകം എനിക്ക് ഉണ്ടാക്കണം, കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 1 വർഷം മുമ്പ് ഞാൻ ചിന്തിച്ചു, ഈ ജീവിതത്തിനൊരു മാറ്റം വേണം. എനിക്ക് ഈ ജീവിതമല്ല എനിക്ക് വേണ്ടത്, അതിൽ നിന്നൊരു നല്ലൊരു മാറ്റം ആവശ്യമാണ് എന്ന് അന്വേഷിച്ച് അറിഞ്ഞപ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ ബിസിനസ്സിനെ കുറിച്ച്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ കുറിച്ച് ഞാൻ അറിയാനിടയായത്. അങ്ങനെ 1 വർഷം മുമ്പ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ ആ ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും നല്ലൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് എൽസി, ഞാനൊരു നേഴ്സാണ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ഫാമിലി ആയിട്ട് സെറ്റിലായിരിക്കുന്നു. ഇപ്പോൾ ഈ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നത് കാരണം എനിക്ക്
നല്ല ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുള്ളി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ബിസിനസ് ആയത് കാരണം എനിക്ക് ഒരു കാര്യത്തിനെക്കുറിച്ചും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മൾ ടാക്സബിൾ ഇൻകമാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ട് പോലും, ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ലാതിരുന്നിട്ട് പോലും ഒരു 1-to-1 മെൻറ്ററിങ് സിസ്റ്റവും വീഡിയോ ബേസ്ഡ് ട്രെയിനിങ്ങും ഒക്കെ എന്നെ ഒത്തിരി സഹായിച്ചു. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു ജീവിതത്തിന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ലേൺ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 1-to-1 മെൻറ്ററായിട്ട് നിങ്ങളെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പം ഞാൻ മാറിയെന്ന് ആലോചിക്കുക, ഇത് എന്തിനാണ്? ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിൻഡോ അത് കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാനൊരു ദിവസം പറയുന്നു, നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പം ഇത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോൾ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോൾ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക, പോവുക, അത്രയല്ലേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച പടം പറ. ഇല്ല അതൊന്നുമില്ല. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വേഷം ചെയ്ത സിദ്ദിഖ, ദിലീപ് ഏട്ടൻ. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപ് ഏട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പം എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പം ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പം ദിലീപേട്ടനും സിദ്ദിഖും ഈ തെണ്ടിക്കെന്താ ഈ കാലത്ത്, ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനം ഇപ്പൊ വേണ്ട. സീരിയസ് ആയിട്ട് എടുക്കില്ല, തമാശ. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും അപ്പൊ എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്തിനാ വന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് എടാന്ന് വരുമ്പോഴേക്കന്നെ മാറിപ്പോവും. പക്ഷെ പിന്നെ സിദ്ദിഖായിട്ട് ഇവർ ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടാന്ന് പറയുന്നു, അവർ മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അന്ന് ഡേറ്റിലായിരുന്നു, ഞാനില്ലായിരുന്നു അങ്ങനെ. ഓഹോ അല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ. ആ കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ എന്നെയും ജോണി പോലും ജോണി ചേട്ടനെയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ഈടായിട്ട് നമ്മള് ഹിറ്റ് കോമ്പോ അല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ. അപ്പൊ ഈ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക അതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിലൊരു എന്തെങ്കിലും ഒരു പഞ്ചിൽ അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമൻറ്റബിൾ എന്നതിനപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ്സ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിൻ്റെ പ്രമോഷന് ഉണ്ടോ, അല്ലെങ്കിൽ ബിൻഡോനോട് ചോദിച്ചു ഈ പടത്തിൻ്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല. ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട, ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതൊന്നും വേണ്ട എന്നോട് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ബുദ്ധി തിരിച്ചറിയണം. അതാണ് പറയാൻ പോകുന്ന കാര്യം. കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ്. Tim Hortons. Download today and get started. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ വിനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റിൽ, മീഡിയൻ്റെ മീറ്റിൽ ലോഞ്ച്, ടീസർ ലോഞ്ചിൽ അല്ലേ, മൂവി ലോഞ്ചിൽ അദ്ദേഹം ഒരു കമൻറ്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഹൈദർ അലി അല്ലെ, അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. കാരണം എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. ശരി, അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദർ അലി വിളിക്കും, എന്നെ എത്ര തവണ വിളിച്ചു രാത്രി? 4 ഞാൻ തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എൻ്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല. അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു, ആളി എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല, അത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൃത്യമായി എന്തിന് BBC അടക്കം ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ എവിടെയോ എത്തി അതിൻ്റെ ഒരു. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദർ അലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോ ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ